ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരുമ്പടി സെന്റർ മർത്തോമ യുവസഖ്യമായി ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിൽ ഞാൻ നന്ദി അറിയിക്കുകയും ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഈ അവസരം എൻ്റെ വ്യക്തിത്വ വളർച്ചയ്ക്ക് മുഖാന്തരമായി. വലിയ നോമ്പിന്റെ 28-ാം ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ അല്പസമയത്തെ ധ്യാനത്തിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണ്. സ്ത്രീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരവും സുന്ദരവുമായ സൃഷ്ടിയാണ് സ്ത്രീ. സ്ത്രീ ഏറ്റവും സൗന്ദര്യമായിരിക്കുന്നു. അത് അവളുടെ വിവാഹ ദിവസമാണ്. മണവാട്ടി എന്ന പദം വെളിപാട് പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വർഗീയ അവസ്ഥയും ഭൗതിക അവസ്ഥയും സമ്മിശ്രമാക്കുകയാണ്. അതുപോലെ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ൽ സഭയെ മണവാട്ടി എന്ന് പറയുന്നുണ്ട്. മണവാട്ടി എന്ന വാക്ക് വിശ്വസ്തതയെ ബോധ്യമാക്കുന്നതാണ്. ഈ കാര്യം മനസ്സിലാക്കി പഠിക്കുമ്പോൾ സഭയെ പറ്റി എഴുത്തുകാരൻ പറയുന്നത് സുന്ദരിയായ സിയോൻ എന്ന വാക്കാണ് സഭയ്ക്ക് നൽകിയിട്ടുള്ളത്. പഴയ നിയമം പഠിക്കുമ്പോൾ ഹോശേയുടെ പുസ്തകത്തിൽ വിശ്വാസത്യാഗം അനുഭവിച്ച സഭയെ വേശ്യാസ്ത്രീയോട് ഉപമിക്കുന്നത് നാം കാണുന്നു. അപ്പോൾ സുന്ദരിയായ സിയോൻ എന്ന പദമാണ് പഴയ നിയമത്തിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:22 പറയുന്നത് പോലെ അവൻ തന്റെ ഭാര്യയെ ക്രിസ്തു സഭയെ ത്യാഗത്തോടെ സ്നേഹിക്കും. സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ നാം ഭർത്താവിനെ സ്നേഹിക്കണമെന്നാണ്. എന്താണ് മണവാട്ടിയുടെ സ്വഭാവ വിശേഷതകൾ? സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് സൂചിപ്പിച്ച പുതിയ നിയമത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട മുഖ്യ സ്വഭാവം എന്താണ്? അത് വിശ്വസ്തതയെ ബോധ്യമാക്കുന്ന അനുഭവമാണ്. അത് വിശുദ്ധിയാണ്. അത് അന്ന് നാം വിവാഹത്തിനെടുക്കുന്ന ഒരു സമർപ്പണമുണ്ട്. ആ സമർപ്പണം അത് അതിശക്തമായതാണ്. അതിന്റെ പേര് അത് നമ്മൾ പറയുന്നത് വിവാഹ ഉടമ്പടി എന്നാണ്. ജീവിതത്തിന്റെ അന്ത്യം വരെ കീപ്പ് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട, പരിപാലിക്കേണ്ട ഒന്നാണ് ഈ ഉടമ്പടി. ക്രിസ്തു സഭയെ പഠിപ്പിക്കുന്ന എന്താണ്? സ്നേഹമെന്നുള്ളതാണ്, ത്യാഗമെന്നുള്ളതാണ്. ക്രിസ്തു നൽകിയതായുള്ള സ്നേഹവും ത്യാഗവും അത് ജീവിതത്തിൽ പ്രകടമാകുന്നത് മണവാട്ടി എന്ന കൺസെപ്റ്റിലൂടെയാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്നത് പോലെ യേശു ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു. എന്നാൽ ഇന്ന് ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് സഭ ഒരു മരുഭൂമിയായി മാറും. യേശുവിന്റെ സഭയിൽ മണവാട്ടി എന്ന അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരൂ, നമുക്ക് പുനർവിചിന്തനം നടത്താം. സഭ ഒരു മണവാട്ടിയായി വിശുദ്ധതകൾ കൈവരിച്ച് വിശുദ്ധിയിലും സ്നേഹത്തിലും നമുക്ക് നിലനിൽക്കാം.